കോഴിക്കോട് നഗരത്തിൽ വീണ്ടും ലഹരിവേട്ട. 981 ഗ്രാം MDMA-യുമായി വയനാട് വെള്ളമുണ്ട സ്വദേശി ഇസ്മായിൽ എക്സൈസിന്റെ പിടിയിൽ. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കോഴിക്കോട് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും എക്സൈസ് ഇന്റലിജൻസ് വിഭാഗവും സംയുക്തമായാണ് പ്രതിയെ പിടികൂടിയത്. വിവരങ്ങളുമായി ലതീഷ് ചേരുന്നുണ്ട് കോഴിക്കോട്. ലതീഷ്, 981 ഗ്രാം MDMA എന്ന് പറയുന്നത് വലിയ വില വരുന്നതാണ്. അന്താരാഷ്ട്ര വിപണിയിലടക്കം വലിയ വില വരുന്ന അളവുണ്ട് ആ MDMA. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റാരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പിടികൂടാനുണ്ടോ? ഇനിയും കൂടുതൽ ഇത്തരത്തിൽ ഈ MDMA പല കോണുകളിൽ നിന്ന് വരുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ എക്സൈസ് നൽകുന്നുണ്ടോ? സിജു, ഇന്ന് രാവിലെയാണ് കോഴിക്കോട് നഗരത്തിൽ തന്നെ ഇത്തരമൊരു ലഹരി വേട്ട നടന്നിരിക്കുന്നത്. ഏകദേശം 1 കിലോഗ്രാമിനടുത്ത് MDMA ആണ് പിടികൂടിയത്. 981 ഗ്രാം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വലിയ അളവിലുള്ള MDMA വേട്ട തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കോഴിക്കോട് എക്സൈസിന്റെ സ്പെഷ്യൽ സ്ക്വാഡും അതേപോലെ തന്നെ എക്സൈസ് ഇന്റലിജൻസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ വയനാട് വെള്ളമുണ്ട സ്വദേശി ഇസ്മയിൽ നിന്ന് MDMA പിടികൂടിയത്. വിവിധ പാക്കറ്റുകളിലായി സപ്ലൈക്ക് കൊണ്ടുവന്നതാണ് MDMA എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും എക്സൈസ് ഇത് സംബന്ധിച്ച് ഒരു വാർത്താ സമ്മേളനം കോഴിക്കോട് അടുത്ത് തന്നെ നടത്തുന്നുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത അതിലായിരിക്കും വരിക. എന്തായാലും പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ ആളുകളുണ്ട് എന്നത് സംബന്ധിച്ചെല്ലാമുള്ള വിവരങ്ങൾ എക്സൈസിൽ നിന്നും ഇനിയും ലഭിക്കേണ്ടതുണ്ട്. അതിനായി പ്രതിയെ ചോദ്യം ചെയ്തു വരുന്നു. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് എക്സൈസ് അറിയിച്ചിരിക്കുന്നത്. ശരി, ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട്ട് വൻ ലഹരി മരുന്ന് വേട്ട. 981 ഗ്രാം MDMA-യുമായി ഒരാൾ പിടിയിലായിരിക്കുന്നു.